ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതത് ഇടങ്ങളിൽ ഓരോ ദുരിത മേഖലകളിലും അതതിടങ്ങളിലെ സൗകര്യങ്ങളനുസരിച്ചുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത് തൊടുപുഴയ്ക്ക് സമീപമുള്ള ആലക്കോടാണ്. അവിടെ അംഗൻവാടിയിലും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടത്തിലുമാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ, ഈ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടമായ കുടുംബങ്ങളും കൂടാതെ അവിടെ നിന്ന് സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന 15ഓളം കുടുംബങ്ങളും അടക്കം ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ അവിടെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ജില്ലയുടെ മറ്റിടങ്ങളിലും ആ നിലയിൽ മണ്ണിടിച്ചിലുണ്ടായ സംഭവ സ്ഥലങ്ങളിൽ ഈ അപകട സാധ്യത പരിഗണിച്ച് ആ സമീപ പ്രദേശത്തുള്ള ആ കുടുംബങ്ങളോട് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നത്. അതേസമയം പലയിടങ്ങളിലും ഹൈറേഞ്ചുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടന്നു. അതാണ് ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് എന്നുള്ള വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് റിസോർട്ട് മാഫിയയുടെ അടക്കം ഭാഗങ്ങളിൽ നിന്ന് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് വാഗമൺ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടന്നതിന്റെ ഭാഗമായാണ് വലിയ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. വാഗമണിൽ ഒരു സ്വകാര്യ റിസോർട്ടിന്റെ ഭിത്തി തകർന്ന് താഴെ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഒരു വികാരവും ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും ജനപ്രതിനിധികൾ എല്ലാവരും സജീവമായി ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ട് എന്ന് കാണുവാൻ കഴിയും. അതത് മേഖലകളിൽ MLA മാർ ദുരന്തബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ താൽക്കാലികമായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. അവരുടെ പുനരധിവാസം ഇനി എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട. ആലക്കോടിലെ സംഭവം തന്നെയാണ്. അവിടെ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് ഒരു രാത്രി ഉറങ്ങി ഇരുട്ടി വെളുത്തപ്പോഴേക്കും അവരുടെ വീടുകൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണ്. വളരെ ദാരുണമായ സാഹചര്യമാണ് അവിടെ ചെന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. അത്തരം ആളുകൾക്ക് പുനരധിവാസം ഉറപ്പാക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മഴ തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടാണ്. കനത്ത ജാഗ്രതയിലാണ് ഇടുക്കിയിലെ ഹൈറേഞ്ചും ലോ റേഞ്ചും കടന്നു പോകുന്നത്. ജിൽസി.